ഇപ്പം നമ്മളെ ഇഡ്ഡലിച്ചെമ്പ് നല്ല ചൂടായിട്ടുണ്ട്, ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു തവി അടിയിലത്തല്ലേ, നമുക്കപ്പോൾ ഒരു 2 തവി നമുക്ക് നല്ലോണം മാവ് നല്ലോണം ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും ആവുന്ന വരെ ജസ്റ്റ് ഇതൊന്ന് ആവി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് മസാല നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് ഫസ്റ്റത്തെ മാവ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിലോട്ട് മസാല ഇട്ട് കൊടുക്കാം കുറേശ്ശെ. നമ്മൾ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിലോട്ട് ഇതിങ്ങനെ ലെയറായിട്ട് വരുമ്പോൾ ഓൾറെഡി മസാല ഉണ്ടാവും കേട്ടോ ഒത്തിരി. നമ്മൾ ഇതിലിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശെ